നിങ്ങൾക്ക് ടൈറ്റിൽ വായിച്ചപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യെസ്, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു 2, 3, 4 ആഴ്ചയായി നമ്മൾ എറണാകുളത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വളഞ്ഞിട്ടുണ്ട്, സ്ക്രീനില്ലല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ എറണാകുളത്ത് വന്നിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് പ്രീസെറ്റ് റിലീസിനൊക്കെ മുമ്പായിട്ടാണ് വന്നത്. അതൊരു 4 ആഴ്ചൻ്റെ അടുത്തായി. അപ്പം അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇറ്റ്സ് എ വെക്കേഷൻ. നമുക്കിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോകണതാണ് ഒരു വെക്കേഷൻ പോലെ. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പം ഏത് മൈക്കും ട്രസ്റ്റ് ചെയ്യില്ല, ആകെ പേട്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ സാധനം ഞാൻ ഒരു പ്രൊമോഷനല്ല, ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കുറേ മുമ്പ്, ഒരു 2 വർഷമായി കാണും. പക്ഷേ ഇത് 2 വർഷം കഴിഞ്ഞതും ഇതിൻ്റെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ഇത് വർക്കാവുണ്ട്, പക്ഷേ ഒരു മുഴക്കും. ഞാനിപ്പം ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് കേൾക്കുന്നത് ഇത് നന്നായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് കേൾക്കുന്നത്. ഈ എനിക്ക് സൗണ്ട് കിട്ടിയിട്ട് എന്തിനാണ് ഞാൻ ഇതിപ്പോൾ കേൾക്കണം മര്യാദയ്ക്ക്. ഇതും എനിക്കിതുപോലെ പ്രൊമോഷൻ കിട്ടിയാണ്. നമ്മൾ ഓൾറെഡി യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്ത സാധനമാണ്, കൊമിക്കാന്നുള്ള ബ്രാൻഡിൻ്റെ. പക്ഷേ ഇത് പോയി. സോ കാര്യത്തിലേക്ക് വരാം. നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ പിടിച്ചിരിക്കണതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാനിങ്ങനെ പിടിക്കാം, അപ്പം ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ലൈറ്റൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. കുറേ നാളായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട്, അപ്പം 2 പേർക്ക്, എനിക്ക് മേഘുവിനും നാട്ടിൽ പോകാൻ ഭയങ്കര ഹോം സിക്നെസ് വന്നു. ആൻഡ് മാത്രമല്ല ഇപ്പോൾ കുറച്ച് ലീവുണ്ട്, ഒരു 3-4 ദിവസത്തെ ലീവുണ്ട്. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. എന്തായാലും നാട്ടിൽ പോകുമ്പം എനിക്ക് പണ്ടൊക്കെ നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാൻ നാട്ടിൽ പോയാൽ നമ്മുടെ പിള്ളേർ കുറേ പേരുണ്ട്. അപ്പം ക്രിക്കറ്റ് കളിക്കാനായിട്ട് വൈകുന്നേരം പോവുക, ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഓക്കെ ചില്ലടിച്ച് നടക്കുക എന്നുള്ളൊരു ഇതാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു തോട്ടാണ് നമുക്ക് വരിക എപ്പോഴും. പക്ഷെ ഇപ്പോൾ അതില്ല. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ കുറച്ച് പേരൊക്കെ ആയിട്ട് എല്ലാ വീക്കെൻഡും ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട് ഇവിടെ അടുത്തുള്ള ടർഫിലൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ അടുത്ത പിള്ളേർ നമ്മൾ ടർഫിലൊന്നും പോകാറില്ല. നമ്മുടെ മറ്റേ ഗ്രൗണ്ടിൽ, മണ്ണ് ഗ്രൗണ്ട്, അതിലാണ് നല്ല കളി. 6 ഇല്ല 4 വെച്ച് ഒരേ കളിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ടർഫ് ബുക്ക് ചെയ്തു. 2 ദിവസത്തേക്ക് ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടർഫിത്തെ ഹരം കയറിയിട്ട് ഞാൻ പിള്ളേരെ നമുക്കെന്നാൽ ടർഫിൽ പോയി കളിക്കുക എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് 2 ദിവസം ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി നാട്ടിൽ പോയിട്ട് പിള്ളേരൊക്കെ വിളിച്ചിട്ട് ടർഫിൽ പോയിട്ട് കളി ഇഷ്ടം. അപ്പം സോ ഹാപ്പി, സോ എക്സൈറ്റഡ്. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ പോണതിൻ്റെ. വീട്ടിൽ അമ്മയുടെ ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ച് പണിയൊന്നും എടുക്കാതെ നമ്മുടെ ബൈക്കൊക്കെ വീട്ടിലായിട്ടാ. കാറിലല്ല നമ്മളവിടെ, ഒന്നില്ലെങ്കിൽ കാറിലൂടെ എത്തണം, അപ്പോൾ ബൈക്ക് അവിടെ നിർത്തേണ്ടി വരും. കാരണം ഞാൻ മാത്രമല്ലേ ഡ്രൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ബൈക്കിലൂടെ എത്തുമ്പോൾ കാർ അവിടെ നിൽക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു വണ്ടി അവിടെ എത്തുള്ളൂ. എന്തായാലും ബൈക്ക് ഒട്ടിക്കാൻ പൂതിയുണ്ട്. എന്തായാലും വീടെത്തട്ടെ, ബാക്കി നമുക്ക് എല്ലാം സെറ്റാക്കി കാണാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വീടെത്തുന്ന വരെ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആപ്പിളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സ്മൂത്തി ഉണ്ടാക്കി തന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ മേടിച്ച് വെച്ച പച്ചക്കറികൾ തിരിച്ചു വരുമ്പോഴത്തേനും കേട് വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് അവിടെ നൈസായിട്ട് അതിനെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തു. പിന്നെ നമ്മളെ തിരിച്ചു വരാനായിട്ട് എന്തായാലും 2-3 ദിവസം കഴിയും. അപ്പം നമ്മുടെ ചെടികൾക്കൊന്നും അത്ര ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. സോ മക്കളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, വേഗം തന്നെ തിരിച്ചു വരാം കേട്ടോ. ഓക്കെ ബൈ. ഞാൻ ബാഗ് എടുത്തോ ഇല്ലയോ, എൻ്റെ ബാറ്റ് ഞാൻ ഉറപ്പായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു അപസ്തുതിക്ക് പറഞ്ഞാണ് ബാഗ് എടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ബാഗ്. വീടെല്ലാം കറക്റ്റായിട്ട് പൂട്ടിന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നേരെ ലിഫ്റ്റിനകത്തേക്ക് കയറി. ഏറ്റവും താഴെ -4 കേട്ടോ നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. 2 പേർക്കും അത്യാവശ്യം നിറയെ ലഗേജ് ഉള്ളതുകൊണ്ട് തന്നെ നീ ഇത് പിടിക്കും ഞാൻ ഇത് പിടിക്കാമെന്ന് പറയേണ്ട സംഭവങ്ങളൊന്നുമില്ല. 2 പേരും എല്ലാം തന്നെ പിടിക്കേണ്ടി വന്നു. സോ ഹിയർ ഈസ് അവർ കുട്ടപ്പൻ. അവനെ നൈസായിട്ട് ഓൺ ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് പുറകിൽ ഡിക്കിയിലേക്ക് കയറ്റിയിട്ട് ഡിക്കി അങ്ങ് ക്ലോസ് ചെയ്ത് ഇനി വീട്ടിൽ പോകാല്ലേ. നമ്മൾക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവളുടെ TCS ഓഫീസ് നമ്മളിരിക്കുന്ന അവിടെ നിന്ന് വെറും ഒരു 5 മിനിറ്റ് മാത്രം അപ്പുറത്തുള്ളതാണ്. ഇവൾക്ക് ഡെയിലി ഓഫീസിൽ ചെന്നിട്ട് അറ്റൻഡൻസ് ഇട്ടിട്ട് തിരിച്ചു തരണം, അതായത് സ്വൈപ്പ് ചെയ്തിട്ട് തിരിച്ചു തരണം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇവളുടെ ഓഫീസിൽ പോകാം. ഇൻഫോ പാർക്കിനകത്താണ്. അപ്പം ഓഫീസിൽ ചെന്നിട്ട് ഇവളുടെ അറ്റൻഡൻസ് ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാം. ഓക്കെ, നല്ല സൺസെറ്റ് ഈവനിങ് സമയതുകൊണ്ട് തന്നെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ് ഡ്രൈവ് ചെയ്യാനൊക്കെ. പക്ഷെ അടിപൊളി ബ്ലോക്ക് ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. സോ അപ്പം ഇതാണ് അവളുടെ ഓഫീസ്. ഓക്കെ, അപ്പം ആളിപ്പോൾ ഇറങ്ങി ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒരു 10-15 മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഉറപ്പായി പോസ്റ്റ് അടിച്ച് ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. കളിയെല്ലാം ഉള്ള സമയത്ത് ഫ്രണ്ടിലൊരു സ്ക്രീൻ ഉണ്ട്, അവിടെ കളിയൊക്കെ ഇട്ടുതരും. ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോളൊക്കെ ആണെങ്കിലും. ഇല്ലാത്ത സമയം ഞാൻ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡിക്റ്റോ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കൊച്ചിയിലെ ട്രാഫിക് എന്നുള്ളത്.
ഇവിടെ നിന്ന് ഇനി എഴുന്നേഴിന് നമ്മുടെ വീടെത്തുമ്പോഴത്തേനും ഒരു 3.5-4 മണിക്കൂർ എടുക്കും. സാധാരണ ദിവസങ്ങളിൽ ഒരു 3 മണിക്കൂർ മാക്സിമം എടുക്കാറുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ടബയിൽ നിന്ന് പോവും. പക്ഷേ ഇപ്പം എറണാകുളത്ത് നിന്ന് ഇപ്പോൾ പാലക്കാട് എത്താൻ എന്തായാലും സമയമെടുക്കും. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ റോഡ് ഫുള്ള് ബ്ലോക്കായിരിക്കും. പിന്നെ പാലക്കാട് എത്തുന്തോറും ലോറികളുടെ എണ്ണവും കൂടി വരും. സോ നമുക്ക് ബൈക്കിൽ പോകുന്ന പോലെ കട്ട് ചെയ്ത് പോക്ക് നടക്കുകയില്ല. കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ആൾക്ക് ചായ കിട്ടിയിട്ടില്ല വൈകുന്നേരം. ആൾ ഭയങ്കര ചായ അഡിക്റ്റാണ്. അപ്പം ഇവൾക്ക് ചായ കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിച്ച് തിന്നുക അവസ്ഥയാണ്. മുഖമൊക്കെ മാറി ആളുടെ കരച്ചിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ഒരു ചായക്കട അല്ലെങ്കിൽ ടീ ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചവിട്ടാൻ നോക്കാം. അങ്ങനെ വന്ന് ദേ ഒരു ടീ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, എന്നെ കൊന്ന് തിന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് കാർ ഒതുക്കി ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം, പ്രത്യേകിച്ച് ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ എറണാകുളത്തും കിട്ടിയില്ല, തൃശ്ശൂരും കിട്ടിയില്ല. സോ വന്ന് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ചായ കിട്ടാതെ ചാവേ എന്തോ ആയിക്കോട്ടെ. സോ ഇവിടുന്ന് നല്ല ചായയും മുളക് ബജിയും മുട്ട ബജിയും കഴിച്ചപ്പം ആളുടെ മുഖം ഒന്ന് തെളിയില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നാണ് ഒരു ചീസ് ബോൾസ് ഉണ്ട്. അത് രണ്ടുപേരും പാടെ കഴിച്ച് കുറച്ച് പാട്ടൊക്കെ ഇട്ട് ചില്ലായിട്ട് നമ്മുടെ വീട് എത്തുന്തോറും ഫുൾ കളർഫുൾ ലൈറ്റും പരിപാടിയൊക്കെ ആയിരുന്നു. ബിക്കോസ് പാലക്കാട് ഇപ്പോൾ ഉത്സവത്തിൻ്റെയൊക്കെ സീസൺ ആണല്ലോ. അങ്ങനെ പരിപാടിയൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ വീടെത്തി. നൈസായിട്ട് വണ്ടി അകത്തേക്കൊക്കെ കയറ്റിയിട്ട് ഇനി ബെഡ് കണ്ട ശവം എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. ഇനി ബാക്കി നാളെ കുറേ കുഞ്ഞു കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് രാവിലെ എണീച്ച് തന്നെ. താഴേക്ക് ചെന്നപ്പോൾ അമ്മ നല്ല ദോശ ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ കുറേ ദോശയൊക്കെ ചുട്ട് അവിടെ തന്നെ കഴിച്ച് കുറേ ഗോസിപ്പടിയും നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ സെറ്റായി. പിന്നെ നമ്മളിന്ന് ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മുടെ ബാറ്റിൽ ഗ്രിപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കാം. പിന്നെ ബോളൊന്നും വെച്ച് സെറ്റാക്കാനുണ്ട് കേട്ടോ, ബൗൺസും പിന്നെ കറക്റ്റ് കയ്യിൽ ഗ്രിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം സെറ്റായില്ലേ, ഇനി കളിക്കാൻ പോവാം. ഇവിടെ നമ്മുടെ കൂടെ കളിക്കുന്നതൊക്കെ ചെറിയ പിള്ളേരായിട്ടാ, പക്ഷെ അത്യാവശ്യം എല്ലാവരും നല്ലപോലെ കളിക്കും. എനിക്ക് ബാറ്റിംഗ് കിട്ടിയപ്പോൾ ആദ്യം തന്നെ ചാടിക്കേറി ഔട്ടാവണ്ടെന്ന് വെച്ചിട്ട് പയ്യാണ് കളി തുടങ്ങി തന്നെ. 5 ഓവറായിട്ടാ കളി. ഫസ്റ്റത്തെ 2 ഓവറിനും പയ്യായിട്ടാണ് കളിച്ചത്, ചുമ്മാ സിംഗിളൊക്കെ വെച്ചിട്ടാണ് കളിച്ചത്. അവസാനം 3 ഓവറിൽ നമുക്ക് അടിക്കാമെന്ന് വെച്ചു. ഞാൻ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് ബോൾ ചെയ്യുമ്പം ചെറിയൊരു എയിം തെറ്റാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അത് ഞാൻ നല്ലപോലെ മോതിരെടുത്തിട്ട് നല്ല 6 അടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 6 ഈ കളിയിൽ മിനിമം വന്നിട്ടുണ്ടാകും. ആൻഡ് ഫൈനൽ സ്കോർ 76 ആണ് 5 ഓവറിൽ വന്നത്. കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നല്ലൊരു കുളിയും പാസ്സാക്കിയും കൊണ്ട് ടിവിയും കണ്ടുകൊണ്ട് സ്നാക്സും കഴിച്ചുകൊണ്ട് സെറ്റിയിൽ ഒരൊറ്റ കിടത്താം. സമയം പോയൊരു പോക്കേ. ഇവളുടെ നാട്ടിൽ ഉത്സവമാണ് കേട്ടോ ഇന്ന്, അത് കാണാനായിട്ട് വന്നതാ. പാലക്കാടുള്ളവർക്ക് ഏതാ വേലാന്ന് കത്തിയിട്ടുണ്ടാവും, കത്തിയൊരു കമൻറ്റ് ഇട്ടാവും. ഞാൻ കുറേ ആയിട്ടാണ് അതുപോലെയുള്ള ക്രൗഡ് ഗ്യാതറിംഗ് ഒക്കെ പോയിട്ട്. ഞാൻ ഒന്നാമതൊരു ക്രൗഡ് പേഴ്സൺ അല്ല, പക്ഷെ ഉത്സവം വേലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കരുത്, അതിനിവിടെ ഉത്തരവില്ല. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ കുറേ വണ്ടി വേഷങ്ങൾ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടാവും. അതായത് ഓരോ മിനി ലോറിക്ക് പുറത്ത് ഇതുപോലെ വേഷമൊക്കെ കിട്ടിയിട്ടുള്ള പരിപാടീസ്. ശിവനും പാർവതിയും വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് MT വാസുദേവൻ നായർ വന്ന്, എന്തിന് രജനീകാന്ത് വരെ വന്നു. അങ്ങനെ പല ആൾക്കാരും പല രൂപങ്ങളും വന്നു പോയിട്ട് അത് മൊത്തം കാണിക്കണമെങ്കിൽ ഈ വീഡിയോ തന്നെ മതിയായിരുന്നു വരില്ല. അങ്ങനെ ഈ കളർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തി കിടന്നതെന്ന് പോലും ഓർമ്മയില്ല. ഇന്ന് നമ്മളുടെ നിർബന്ധപ്രകാരം നേരത്തെ എണിച്ചു വിട്ടാം അമ്പലത്തിൽ പോകാനായിട്ട്. ഞാൻ വലിയ വിശ്വാസിയൊന്നുമല്ല, പക്ഷെ എനിക്ക് അമ്പലത്തിൽ പോകാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ അറ്റ്മോസ്ഫിയറും. ഞെട്ടണ്ട, ഇവിടെ പൊങ്കാലയാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിയാതെയാണ് ഇന്ന് അമ്പലത്തിലേക്ക് വന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ പൊങ്കാല വയ്ക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. പുകഞ്ഞ് പുറത്തേക്ക് ചാടിയെന്ന് പറയുന്ന പോലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഈ അമ്പലത്തിന് തൊട്ടായിട്ട് തന്നെ ഒരു കാവുണ്ട് കേട്ടോ, അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസ് പിടിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളുടെ ഉള്ളിലൊക്കെ കണ്ടുവരുന്ന ഒരു കാവിൻ്റെ ലുക്കൊക്കെ ഇല്ല ഇതിൽ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്നെടുത്ത ഫോട്ടോസ്. എങ്ങനെയുണ്ട്? എനിക്കെന്തോ നല്ല ഇഷ്ടമായിട്ടോ ഈ ഫോട്ടോസൊക്കെ. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോഴേ വിചാരിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വരിക്കാശ്ശേരി മണിയമ്പാടി ഒന്ന് പോയി കാണാമെന്നുള്ളത്. നമ്മളൊക്കെ ഒരു ഡ്രസ്സ് ഇട്ടാൽ ആ ദിവസം മുഴുവനായിട്ട് ആ ഒരു ഡ്രസ്സ് മാത്രമേ ഇടാറുള്ളൂ. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ്സായി. ഒരാൾ രാവിലെ തന്നെ അടിച്ച് സാരിയൊക്കെ ചുറ്റിയിട്ട് വന്നിട്ടുള്ളത്. അറിയില്ല, വാരിക്കാശ്ശേരി മാന മിക്കവാറും മിക്ക സമയത്ത് ക്ലോസ്ഡ് ആണ്. ഇന്ന് നമുക്ക് ആരോടും ചോദിച്ചിട്ടോ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. മാപ്പിലൊക്കെ ഓപ്പൺ ഒക്കെ ഉണ്ട്, പോയി നോക്കാം എന്താ അവസ്ഥ. ക്ലോസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും?
വരിക്കാശ്ശേരി മന ആയതുകൊണ്ട് തന്നെ ഇവള് ഫുള്ളി എക്സൈറ്റഡ് ആണ് കേട്ടോ, ചാടിച്ചാടി നടക്കുന്നുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമകൾ ഫുൾ ഇവിടെ ആയിരുന്നില്ലേ? ചന്ദ്രോത്സവം, ദേവാസുരം, രാവണപ്രഭു, രാപ്പകല്, ആറാം തമ്പുരം, മാടമ്പി, അനന്തഭദ്രം, ഉസ്താദ്, ബോഡി ഗാർഡ്, അങ്ങനെ എത്ര പടങ്ങൾ. പിന്നെ മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു അമ്പലത്തിലൊരു പരിപാടി ആയതുകൊണ്ട് ഇന്ന് മന ക്ലോസ്ഡ് ആണ്. അതായത് പുറത്ത് ഇങ്ങനെ നിന്നിട്ട് കാണാൻ പറ്റും, പക്ഷെ അകത്ത് കയറാനൊന്നും പറ്റൂല. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ പുറത്ത് ഇങ്ങനെ കുറേ കറങ്ങിയിട്ട് ഈ മാങ്ങമരത്തിൻ്റെ താഴെ നിന്നിട്ട് കുറേ നേരം മനയും നോക്കിയിരുന്നു. അങ്ങനെ വരിക്കാശ്ശേരി മനയൊക്കെ പോയി കണ്ട് തിരിച്ചെത്തി. അവിടെ ഉത്സവം വരുന്നല്ലേ, പോയി റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു. അകത്ത് കയറാൻ പറ്റിയില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അവിടെ എന്തോ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്നദാനവും പരിപാടിയൊക്കെ അവിടെ നടക്കണ്ടായിരുന്നു. സമയം പുച്ഛമായിട്ട് നല്ല വെയിലാണ്. അപ്പം ഒന്ന് വൈകിട്ട് നമ്മുടെ വീടിനടുത്താണ് കൊല്ലങ്കോട് എന്നുള്ള സ്ഥലം. കുറേ പേർക്കൊക്കെ അറിയാം, മിക്ക എല്ലാവർക്കും അറിയാം. ഈ ഇടയ്ക്കല്ല കുറച്ച് കാലമായിട്ട് ഇതാണല്ലോ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തായാലും കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ ഗ്രൗണ്ടായി കിടക്കുന്നുണ്ടാവും. കൊയ്ത്ത് ഇല്ല, കഴിയാനായിട്ടുള്ള സമയമായിട്ടില്ല തോന്നുന്നു. കൊല്ലങ്കോട് പോയിന്ന് കാണുന്ന വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ട് കൊല്ലങ്കോടും കൂടി കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വന്നിട്ടുള്ള ഈ 2-3 ദിവസം ടൈറ്റ്ലി പാക്ക്ഡായി. നമുക്ക് എല്ലാ സമയവും നമ്മൾ എൻഗേജ്ഡായി മൊത്തത്തിൽ, അങ്ങനത്തെ അവസ്ഥയായി. അപ്പം ഇന്ന് വൈകിട്ട് കൊല്ലങ്കോട് പോട്ടെ നമുക്ക്, എന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിടിക്കാം. ഓക്കെ, ഇനി അതും കൂടി ബാക്കിയുള്ളൂ അല്ലേ. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോഴേ പറഞ്ഞല്ലേ ബൈക്ക് ഓട്ടിക്കാൻ പൂതിയായിരിക്കണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി പൊടി തട്ടി എടുത്ത് നേരെ കൊല്ലങ്കോട്ടേക്ക് വിട്ടു. ഞങ്ങൾ ഈ ബൈക്കിൽ, എൻ്റെ അമ്മയുടെ സ്കൂട്ടിയിലും. യെസ്, അമ്മയും കൂടി ഉണ്ട് കൊല്ലങ്കോട് കാണാനായിട്ട്. ഇവിടെ ഒരു 2 വർഷം മുമ്പ് വരെ അങ്ങനെയേ അല്ലായിരുന്നു കേട്ടോ. ടൂറിസം എന്താണെന്ന് പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എനിക്ക് തന്നെ നല്ല മടിയായിരുന്നു പാടത്തിന് നടുവിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കണേലും അത് പോസ്റ്റ് ചെയ്യണേലും ഒക്കെ. ഞാൻ വല്ല ഉൾഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ളൊരു തോട്ട് ആൾക്കാർക്ക് ഉണ്ടാവണ്ട എന്നുള്ളൊരു ഊള ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഐ ആം സോ പ്രൗഡ്. കേരളത്തിൻ്റെ തന്നതായ പ്രകൃതി ഭംഗിയും കൾച്ചറും സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറയാൻ എന്തോ എനിക്കിവിടെ വലിയ ഇഷ്ടമായി. വീട്ടിൽ നിന്നൊക്കെ കഷ്ടിച്ച് 3 കിലോമീറ്റർ ഉള്ളൂ. സ്റ്റിൽ ഇതുവരെ ഇത്രയും കാലം ഇത് വന്ന് കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജാവതം. പിന്നെ എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ? ഇത് ഇവിടെ നിന്നെടുത്ത ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ. ഉഷാറല്ലേ, നല്ല ലൈഫില്ലേ ഓരോ ഫോട്ടോസിനും. പിന്നെ ഈ സാധനം നല്ല കോമഡി ആയിട്ടില്ലേ ഇത് കറക്കണ കാണാൻ. നമ്മുടെ ആളെ കഷ്ടിച്ച് നോക്കിയിട്ട് കിട്ടണേ ഇല്ല, കൈ കൊണ്ട് കറക്ക്. പക്ഷെ മമ്മിജി സിമ്പിളായിട്ട് ഒറ്റക്കാലിൽ കറക്കുന്നുണ്ട്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വളരെ ചില്ലായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ശാന്തി, സമാധാനം. ആൻറ്റിയാ, ഇതാണ് ഞങ്ങളുടെ സെൽഫി. നാളെ തിരിച്ചു പോവും എറണാകുളത്തേക്ക്. അപ്പം ശരി, ബാക്കി പിന്നെ നമുക്ക് അവിടെ നിന്ന് കാണാം.